ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി മാതൃഭൂമിയും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും ചേർന്ന് കൊച്ചിയിൽ ആയുർവേദ സെമിനാർ സംഘടിപ്പിച്ചു. കൊച്ചി മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിന്റെ ഭാഗമായി പ്രത്യേക പ്രഭാഷണങ്ങളും നടന്നു. ആയുർവേദ ഗവേഷണങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. അലോപ്പതി, ഹോമിയോപ്പതി ആശുപത്രികൾ പോലെ സർക്കാർ സംവിധാനത്തിലൂടെ ആയുർവേദ ആശുപത്രികൾ കൂടി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ രോഗം വരാതിരിക്കാനുള്ള ഒരു ചികിത്സാ രീതി കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്നും അനിൽകുമാർ വ്യക്തമാക്കി. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് ആയുർവേദ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സെമിനാറിൽ അധ്യക്ഷത വഹിച്ച കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ പറഞ്ഞു. ആയുർവേദം എന്ന് പറഞ്ഞാൽ അതിൽ വൃക്ഷ ആയുർവേദവും മൃഗ ആയുർവേദവും നമ്മളിവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിക്കുകയായി നമ്മളൊരു വെറ്റിനറി യൂണിറ്റ് തുടങ്ങാൻ പോകുന്ന കാര്യം. പ്രകൃതി ശോഷണവും സസ്യൌഷധ ലഭ്യതയും ആയുർവേദം, ആയുസ്സിന്റെ വേദം, ഭൂമിയുടെയും എന്നീ വിഷയങ്ങളിൽ പ്രത്യേക പ്രഭാഷണങ്ങളും സെമിനാറിന്റെ ഭാഗമായി നടന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. ഹരികുമാർ, മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ S. പ്രകാശ്, മാതൃഭൂമി കൊച്ചി യൂണിറ്റ് മാനേജർ ഐശ്വര്യ ദാസ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.